ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് മോഷണ കേസ് പ്രതി റിജോ ആന്റണിയുമായി തെളിവെടുപ്പ് നടത്തി പോലീസ്. പ്രതിയുടെ വീട്ടിലും ഫെഡറൽ ബാങ്ക് ശാഖയിലും റിജോ പണം തിരികെ നൽകിയ സുഹൃത്തിന്റെ വീട്ടിലുമാണ് തെളിവെടുപ്പ് നടത്തിയത്. മോഷ്ടിച്ച തുകയിൽ 14,90,000 രൂപ കണ്ടെത്തി. പ്രദേശവാസിയായ സ്ത്രീയുടെ മൊഴിയാണ് റിജോയെ കുടുക്കിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മോഷണം ആസൂത്രണം ചെയ്തതിന് പിന്നാലെ സുഹൃത്തുക്കളുമായി പള്ളിപ്പെരുന്നാൾ ആഘോഷിക്കുന്ന റിജോ ആന്റണിയുടെ ദൃശ്യങ്ങൾ 24 പുറത്തുവിട്ടു. ഒരിക്കലും പിടിവീഴില്ല എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു പ്രതി. പക്ഷേ CCTV ദൃശ്യങ്ങളും പ്രദേശവാസിയായ സ്ത്രീയുടെ മൊഴിയും റിജോയെ കുടുക്കി. ഒടുവിൽ കുറ്റമേറ്റു പറഞ്ഞ റിജോ പോലീസിന് മുന്നിൽ വിങ്ങിപ്പൊട്ടി. ബാങ്ക് ജീവനക്കാർ ചെറുത്തിരുന്നുവെങ്കിൽ മോഷണം നടക്കില്ലായിരുന്നുവെന്നാണ് റിജോയുടെ മൊഴി. പ്രതിയുടെ വീട്ടിൽ നടത്തിയ തെളിവെടുപ്പിൽ 12 ലക്ഷം രൂപ കണ്ടെത്തി. റിജോയുടെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് 2.9 ലക്ഷം രൂപയും കത്തിയും ലഭിച്ചു. 10,000-ഓളം രൂപ പ്രതി ചെലവാക്കിയെന്നാണ് പോലീസിനോട് പറഞ്ഞത്. 4 ദിവസം മുൻപ് ബാങ്കിലെത്തിയ റിജോ സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ബാങ്കിൽ കാര്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലെന്നുറപ്പിച്ച ശേഷമാണ് മോഷണം നടത്തിയത്. ആഡംബര ജീവിതത്തെ തുടർന്നുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറികടക്കാൻ റിജോ ബാങ്ക് കൊള്ളയടിച്ചെന്നാണ് നൽകിയിരിക്കുന്ന മൊഴി. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്യും. 24 തൃശൂർ.